നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ MS വേണുഗോപാൽ. സ്വാഗതം സാർ. നമ്മൾ ബലൂച്ചികളുടെ കഥ ഈ പോയ വാരങ്ങളിൽ കേട്ടതാണ്. ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവിടെ നിന്ന് അവർ റിപ്പബ്ലിക്കായിട്ട് മാറുന്നു, അവർ സ്വയം പ്രഖ്യാപിത ഒരു രാജ്യമായിട്ട് മാറുന്നു, അങ്ങനെ ഒരു രീതിയിലൊക്കെ വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാനിൽ കൂടുതൽ കലാപം ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. സിന്ധിലെ ആളുകൾ, അവിടുത്തെ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇറങ്ങിത്തിരിക്കുന്നു. അതായത് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് സിന്ധിലെ കനാൽ വഴി ഒരു വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഇത് സിന്ധിലെ കർഷകരെയൊക്കെ, പഞ്ചാബിലെ കർഷകരെ സമാധാനിപ്പിക്കാൻ പാകിസ്ഥാൻ ചെയ്യുന്ന നടപടിയാണ്. ഇത് സിന്ധിലുള്ളവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. അവർ തെരുവുകളിൽ ഇറങ്ങുന്നു, 2 പേർ മരിക്കുന്നു, മാത്രമല്ല ആഭ്യന്തരമന്ത്രിയുടെ വീട് കത്തിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു കലാപം. ഇനിയപ്പോൾ അവർക്ക് സ്വതന്ത്രമാകണമെന്നുള്ള രീതിയിലുള്ള മുറവിളി നടക്കുന്നു. ഇതെല്ലാം തന്നെ അവരെ ഇപ്പോൾ പാകിസ്ഥാനെ കീറിമുറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനെ പോലെ ഇനി സിന്ധുകളും അവിടെയുള്ള ആളുകളും കൂടി സ്വാതന്ത്ര്യം തേടി പോവുകയാണ്. അത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സയ്യിദ് അലി സഫർ എന്ന് പറഞ്ഞ ഒരു സെനറ്റർ ഇന്നലെ അവരുടെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളിങ്ങനെ ഞങ്ങളുടെ വെള്ളമെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് ലൈൻ തന്നെ നഷ്ടപ്പെടും. വാട്ടർ ഈസ് അവർ ലൈഫ്, വാട്ടർ ഈസ് അവർ ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായി. അപ്പം അത് എത്രത്തോളം തീവ്രമായിട്ടാണ് സിന്ധിൽ ഈ നമ്മുടെ സിന്ധു നദീതടം ജലം ബ്ലോക്ക് ചെയ്തതിൽ നിന്ന് ഉണ്ടായ പ്രശ്നം എത്രയാണെന്ന് നോക്കിക്കോളൂ. ഇതിനു മുമ്പേ ഈ പ്രശ്നമുണ്ട്. ഇതിനു മുമ്പേയുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ 6 നദീതട പദ്ധതികളുണ്ട്. അതിൽ 5ഉം ഈ സിന്ധിനെ കണക്കാക്കിയാണ്, സിന്ധിലെ ജലത്തിനെ ആശ്രയിച്ചാണ്. ഇത് 5ഉം അവർക്ക് ഗുണമില്ലാത്ത വിധത്തിൽ മറ്റ് പല പ്രൊവിൻസുകളിലേക്ക് മാറി, പ്രത്യേകിച്ച് പഞ്ചാബിലേക്ക്. അപ്പോൾ അവർക്ക് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുണ്ട്, അവിടെ കൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട്, നല്ലപോലെ കാർഷിക വിളവുകൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ വാട്ടർ മറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നത്. ഇത് മുമ്പേ ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ നദീജല കരാർ ലംഘിക്കപ്പെടുകയും പ്രശ്നം റദ്ദ് ചെയ്യുകയും പ്രശ്നം വഷളാകുകയും ചെയ്തപ്പോൾ സിന്ധിൽ ഒരു കലാപത്തിൻ്റെ കൊടി ഉയർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ടെററിസത്തിനെതിരെ എടുക്കാവുന്ന ഏറ്റവും വലിയ വടിയാണ് ഈ സിന്ധു നദി കരാർ റദ്ദ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പലരും പറഞ്ഞിരുന്നു, അതായത് മോദി ഇങ്ങനെ ചെയ്തിട്ട് കാര്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്താൽ പോരാ, നേരിട്ട് വാർ നടത്തണം. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് പതിയായിരിക്കും, വാട്ടർ വാർ പതിയായിരിക്കും. അത് സത്യം പറഞ്ഞാൽ ഇത് നടപ്പായിട്ടുണ്ട്. മോദിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. ഇത് ഇന്ത്യ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാൻ്റെ ടെററിസം അവിടെ നിൽക്കുമ്പോൾ നമുക്കെടുക്കാവുന്ന ഏറ്റവും നല്ല ആയുധമായി മാറിയിരിക്കുകയാണ് ഈ നദീജല കരാർ റദ്ദ് ചെയ്തത്. അതായത് അദ്ദേഹം നരേന്ദ്രമോദി പറഞ്ഞല്ലോ, രക്തം ഒഴുകുകയാണെങ്കിൽ വെള്ളവും ഒഴുകില്ല, രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകാൻ പറ്റില്ല. ഈ സിദ്ധാന്തം ഇന്ത്യക്ക് എക്കാലവും എടുക്കാവുന്ന ഒരു തന്ത്രമായി ഇപ്പം മാറിയിട്ടുണ്ട്. ഇതിന്ന് മാത്രമല്ല, 100 വർഷം കഴിഞ്ഞാലും ഈ ഭൂപ്രകൃതി ഇങ്ങനെയാണെങ്കിൽ, നമ്മുടെ നദീജലത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെയാണെങ്കിൽ, സിന്ധിലേക്കുള്ള നദിയുടെ ബ്ലോക്ക് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാകും. ആ പ്രശ്നം പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവരിപ്പോൾ UN-ലൊക്കെ ഉന്നയിക്കുന്നതാണ്, ജലം തരാത്തത് ക്രൂരതയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതിനേക്കാൾ വലിയ ക്രൂരതയാണ് നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്നത്. രക്തം ഊറ്റുന്നവന് നദീജലം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസവും UN-ൽ ചർച്ചയിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി പറയുകയുണ്ടായി. കാരണം നമുക്കിത് രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ല എന്നുള്ളത് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിനെ ധരിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ 1000 കട്ട്സിൻ്റെ ഭാഗമായി ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബ്ലീഡ് ചെയ്യുന്ന നമ്മൾ വെള്ളവും മറ്റ് സൗകര്യങ്ങളും എല്ലാം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രൂക്ഷമായൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് മാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ പ്രവശ്യകൾ തമ്മിൽ മത്സരമാണ് സ്വതന്ത്രമാകുന്നതിന്. അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വന്നിരിക്കുന്നത് സിന്ധിൻ്റെ പ്രശ്നമാണ്, താങ്കൾ പറഞ്ഞ പോലെ. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഏതാണ്ട് 80% അവർ മോചിതരായി എന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെയാണ് സിന്ധിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള സ്ഥലവും സിന്ധാണ്. ഏതാണ്ട് 9% ഹിന്ദുക്കൾ സിന്ധിലുണ്ട്. പക്ഷേ 93% മുസ്ലിങ്ങളാണ്, അത് നമ്മൾ മറക്കരുത്. സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അവർ പ്രത്യേക സംസ്കാരം നിലനിർത്തുന്നവരാണ്. ഇന്ത്യ 2ആയി വിഭജിച്ചപ്പം അവരാരും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ 2ആവുന്നുള്ളൂ.
ഇന്ത്യ ഒന്നായി തന്നെ നിൽക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പ്രധാനമന്ത്രി തർക്കത്തിൽ ഉണ്ടായ ഒരു വസ്തുതയാണ്. ഗാന്ധിജി അവസാനം പറഞ്ഞു ജിന്നയെ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാലും ജിന്ന അത് വിശ്വസിച്ചില്ല. തൽക്കാലമാക്കും, അത് കഴിയുമ്പോൾ അടുത്ത 1 ഇലക്ഷൻ വരുമ്പോൾ എന്നെ എടുത്ത് കളഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിനെ വയ്ക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ സംശയമാണ് അദ്ദേഹത്തിന് പാകിസ്ഥാൻ എന്നുള്ള വാദം ഉയർത്തുന്നത്. അതായത് യാതൊരാവശ്യമില്ലാതെ വന്ന ഒരു വാദമാണ് പാകിസ്ഥാൻ ഇതെന്നുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരിട്ട ഒരു ആപ്പും കൂടെയാണ് ഇന്ത്യയെ പല വിധത്തിൽ വെട്ടിമുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇന്ത്യയിലെ ബാക്കി ഭാഗങ്ങളെയൊക്കെ യുണൈറ്റ് ചെയ്ത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കുന്നതിന് പട്ടേലിന് സാധിച്ചു. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ വിഭജിച്ച് പോയി. അപ്പുറത്തും കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനുകളുണ്ടായി. പിന്നീട് അത് ബംഗ്ലാദേശായി. അതുപോലെ തന്നെ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അവർ പ്രത്യേകം പോയി. പക്ഷേ ഈ സിന്ധ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണ്. സിന്ധു നദിയുടെ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവുമായി വലിയ ബന്ധമുണ്ട്. ആ ബന്ധമുള്ള സംസ്കാരമാണ് അവരെ പ്രത്യേകമായി നിർത്താൻ. അവരിപ്പോൾ ഇന്ത്യയോട് ചേരുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്ക് ആ സംസ്കാരം നിലനിർത്തി പോകണമെന്ന് അവിടുത്തെ ഒരു വലിയ വിഭാഗത്തിന് ആഗ്രഹമുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു നടപടി സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പക്ഷേ സിന്ധിലെല്ലാം അവിടെ ഷഹബാസ് ഷെരീഫിനും അല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്കെതിരെ സഖ്യകക്ഷിയാണ് അവിടുത്തെ ഷഹബാസ് ഷെരീഫിൻ്റെ, അവർക്കെതിരെയാണ് വലിയ രീതിയിൽ അപ്പം മുറ വിളിക്കുന്നത്. ഇന്ത്യക്ക് ചെറിയ രീതിയിൽ സപ്പോർട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായൊരു പ്ലാൻ അല്ലേ? കാരണം അവിടെയല്ലേ നമ്മളൊരു ഇന്ത്യയുടെ ഒരു തന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ. തീർച്ചയായിട്ടും ഇന്ത്യ പക്ഷേ അതിനകത്ത് ശരിക്ക് തീകോരി ഇടുന്നില്ല എന്ന് വേണം പറയാൻ. തീകോരി ഇട്ടാൽ നാളെ ആളിക്കത്തും. ആ വിധത്തിലുള്ള ഒരു സംഗതിയാണ്. 1948 ഈ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ പോയ സിന്ധികളിൽ വലിയൊരു വിഭാഗം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അവരാണെന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിലും ഒക്കെ ഉള്ളത്. കർണാടകയിൽ കുറേ പേരുണ്ട് ഈ സിന്ധികൾ. സിന്ധി ഭാഷ സംസാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട്. ഏതാണ്ട് 2.1 മില്യണോട്ടാണ് പറയുന്നത്. സിന്ധി ഭാഷ സംസാരിക്കുന്നുണ്ട്. മറ്റവരും സിന്ധി ഭാഷ സംസാരിക്കുന്നത്. ഇവരുടെ ഒരു ലോക സമ്മേളനം, സിന്ധികളുടെ ഒരു ലോക സമ്മേളനം ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. പിന്നെ 1 വർഷത്തിൽ കൂടുതൽ, 2 വർഷമായെന്ന് തോന്നുന്നു. ഒരു ലോക മഹാസമ്മേളനം സിന്ധികൾക്കായിട്ട് നടക്കുകയുണ്ടായി. അപ്പോൾ വിവിധ ഭാഗത്തുള്ള സിന്ധികൾ, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മറ്റ് പല രാജ്യങ്ങളിലെയും സിന്ധികൾ ഒന്നിച്ചുകൂടി അവരുടെ സംസ്കാരം, കല, സാഹിത്യമൊക്കെ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ സിന്ധികൾക്ക് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നൊരു ചിന്താഗതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ശക്തി പ്രാപിച്ചു വരികയാണ്. ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ സർക്കാരിൻ്റെ വിവേചനപരമായ പെരുമാറ്റം കൊണ്ടാണ്. അവർ പഞ്ചാബും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമായിട്ട് അവരുടെ സാധ്യതകൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. ആ പ്രദേശത്തിൻ്റെ അഭിവൃദ്ധി, അവിടുത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിയൊക്കെ ആയിട്ട് മാറുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാനിലെ വിഭജനത്തിൻ്റെ കാരണം. അല്ലാതെ ഇന്ത്യ അല്ല. ബലൂചിസ്ഥാനായാലും സിന്ധ് പ്രവിശ്യ ആയാലും പശ്തൂണിലെ പ്രശ്നങ്ങളായാലും എല്ലാം ഇങ്ങനെ ഉയർന്നു വരാൻ കാരണം പാകിസ്ഥാനിലെ ഗവൺമെൻറ് ഏകപക്ഷീയമായ പെരുമാറ്റമാണ്. പാകിസ്ഥാനിലെ ഗവൺമെൻറ് എന്ന് പറയണ്ട, പാകിസ്ഥാനിലെ ഗവൺമെൻറ് ഫെയിൽഡ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം ഫെയിൽഡാണ്. ഫെയിൽഡ് ഗവൺമെൻറ്, ഫെയിൽഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഫെയിൽഡ് ആർമി, ഫെയിൽഡ് ഡിപ്ലോമസി. എന്തുകൊണ്ടാണ് ഫെയിലാകുന്നത്? അവർ ഡെമോക്രാറ്റിക് അല്ല എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഏത് ചെറിയ വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഒരു അഭിവാഞ്ച ആ പാർട്ടികൾക്കുണ്ടാവും, ആ പാർട്ടികൾ ഭരിക്കുന്ന രാഷ്ട്രത്തിനുണ്ടാവും. അത് പാകിസ്ഥാനിൽ വളരെ വർഷങ്ങളായിട്ടില്ല. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടി പിന്നെ ജിന്നയുടെ കാലത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു പറയാം. പക്ഷേ ജിന്നയും വളരെ അഡമൻ്റായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വന്നവരെല്ലാം തന്നെ കൂടുതൽ വ്യക്തിഗത താല്പര്യങ്ങൾക്കായിട്ട് മാറി. അയൂബ് ഖാൻ ആയാലും അതിനുശേഷം വന്ന എല്ലാ പട്ടാള മേധാവികളും എല്ലാം ശ്രമിച്ചത് തങ്ങളുടെ കയ്യിൽ ഭരണം പിടിച്ചു നിർത്താനും തങ്ങളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടും പാക് ജനതയെ ഇടിച്ചു പിഴിയുന്ന സമീപനമാണ് നടത്തിയത്. അതിൻ്റെ ഫലമായിട്ട് പാക് ജനത അന്യമായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ജനങ്ങളും ഫെയിൽഡായി. കാരണം അവരുടെ നിത്യ നിദാനങ്ങൾക്ക് പോലും ഉള്ള സൗകര്യമില്ലാത്ത വിധത്തിൽ അവരധപ്പതിച്ചിരിക്കും. പാകിസ്ഥാനിൽ ആരാണ് സക്സസ്ഫുൾ എന്ന് ചോദിച്ചാൽ ടെററിസ്റ്റുകൾ മാത്രമാണ്. ഗവൺമെൻറ് ഫെയിൽഡാണ്, പൊളിറ്റീഷ്യൻ ഫെയിൽഡാണ്, മിലിറ്ററി ഫെയിൽഡാണ്, എല്ലാം ഫെയിൽഡാണ്. പക്ഷേ ജനങ്ങളും ഫെയിലിയറിലാണ് നിൽക്കുന്നത്. പക്ഷേ ടെററിസ്റ്റുകൾ മാത്രം വിജയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇതിൽ നിന്ന് അവർക്ക് മോചനം വരാത്തിടത്തോളം കാലം ഈ പ്രാദേശിക പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അവരെല്ലാം സെപ്പറേറ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനവർ ഇന്ത്യയെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ബ്ലെയിം ചെയ്തിട്ട് കാര്യവുമില്ല. ഇവിടെ വ്യക്തമായിട്ടൊരു മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാക് ഗവൺമെൻറ് ആയാലും മിലിറ്ററി ആയാലും ഇപ്പോൾ ഒരേ തരത്തിലല്ല പ്രവർത്തിക്കുന്നത്. എനിക്കൊന്ന് അസീം മുനീറിൻ്റെ
ചിന്തകളും പ്രവർത്തികളുമാണ് ഈ തരത്തിൽ പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചതെന്ന് പറയപ്പെടുന്നു. ഷെഹബാസ് ഷെരീഫാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നു. ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ ആശങ്കയുണ്ട്, എന്ത് രീതിയിൽ നിൽക്കണം. ഇന്ത്യയോടൊപ്പം ഒരു ചെറിയൊരു മമത പോലും, കാരണം ഇത്രയും വികാരങ്ങൾ ഇറങ്ങിയിട്ട് പോലും അവിടുത്തെ ആളുകൾക്ക് ജീവിച്ചു പോകാൻ വേണ്ടി, അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പാകിസ്ഥാനെതിരെ തിരിയുന്ന അവസ്ഥ, ഇന്ത്യയോട് നേരത്തെ വലിയ രീതിയിലുള്ള ശത്രുതയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പലതായി വിഭജിക്കപ്പെടും. താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സിന്ധുസ്ഥാൻ എന്ന രാജ്യം പോലും രൂപപ്പെടും എന്നുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബലൂജികൾ പിരിയുന്നു, സിന്ധുകൾ ഒരു വഴിയായി, അങ്ങനെ പലതായി പിരിഞ്ഞ് മൂന്നായിട്ട് തിരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെ, അപ്പോൾ ഇനി അങ്ങനെ ഒരു പാകിസ്ഥാന്റെ ഭാവി എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാന്റെ ഭാവി വളരെ അപകടത്തിലാണ്. പാകിസ്ഥാന്റെ ഭാവി അവരെ സംബന്ധിച്ചിടത്തോളം, കാരണം പാകിസ്ഥാൻ ജനത നിരാശരാണ്. പാകിസ്ഥാൻ ജനതയ്ക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവ് കൂടെ വന്നിരിക്കുന്നു, ഇന്ത്യ ഇത്രയും വലിയ യുദ്ധം നടത്തിയിട്ടും ജനങ്ങളെ ഉപദ്രവിച്ചില്ല എന്നുള്ളത്. അത് അവരുടെ ഉള്ളിൽ ഒരു നല്ല വികാരം ഇന്ത്യയോട് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് സിന്ധികളൊന്നും നമ്മളോട് പിണങ്ങാത്തത്. ബലൂചിസ്ഥാനിലുള്ളവരും നമ്മളോട് പിണങ്ങാത്തത് എന്താ? ഈവൻ പസ്തൂൺ മേഖലയിലുള്ളവരും നമ്മളോട് പിണങ്ങുന്നില്ല. POKയിലുള്ള ജനതയ്ക്ക് പോലും ഇന്ത്യയോട് വലിയ വിരോധമില്ല. കാരണം വെച്ചാൽ നമ്മൾ പാക് ജനതയെ നമ്മൾ ഉപദ്രവിച്ചില്ല. നമുക്ക് വേണമെങ്കിൽ തിരിച്ചടിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ നമുക്ക് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് 100 കണക്കിന് ഡ്രോണുകൾ അയച്ചപ്പോൾ നമുക്കും അതുപോലെ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് ടെററിസ്റ്റ് കേന്ദ്രങ്ങളെയും പിന്നെ മിലിറ്ററി അറ്റാക്ക് ചെയ്തപ്പോൾ മിലിറ്ററി കേന്ദ്രങ്ങളെയും വ്യോമമേധം തകർക്കാനായിട്ട് വ്യോമത്താവളങ്ങളെയൊക്കെയാണ് നമ്മൾ തകർത്തത്. അപ്പോൾ അത് പാകിസ്ഥാൻ ജനതയുടെ ഉള്ളിൽ ഒരു വികാരമുണ്ട്. അവർ എന്തായാലും ക്രൂരത കാണിക്കാൻ പാകിസ്ഥാനിലെ ജനതയ്ക്കെതിരെ ക്രൂരത കാണിക്കാൻ ഇന്ത്യ നിന്നില്ല എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. അത് അവർ ഇന്ത്യ അനുകൂല മുദ്രാവാക്യം പോലെ ചിലപ്പോൾ പറയാറുമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഇവരെല്ലാം ഇന്ത്യയുടെ ഏജൻറ്റുമാരാണ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യ അതിനകത്ത് വലിയൊരു കൈകടത്തൽ നടത്തിയിട്ടില്ല. കാരണം ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒരു എന്ത് ടെററിസ്റ്റ് സ്റ്റേറ്റാണെന്ന് പറഞ്ഞാലും ഒരു പരമാധികാര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനകത്ത് കടന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് ലിമിറ്റേഷനുണ്ട്. നമ്മൾ UN നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നടത്തിയത്. നമ്മുടെ അതിർത്തി കടക്കാതെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ UN പറഞ്ഞ അതാണ്, ഞങ്ങളുടെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിച്ചത്. കാരണം ഞങ്ങൾക്ക് ഗത്യന്തരമില്ല, ഞങ്ങളുടെ ജനതയെ വെടിവെച്ചിട്ടു, പിന്നെ ഞങ്ങൾക്ക് ആക്രമിക്കാതിരിക്കാൻ നിർത്തില്ല. അത് ഇനിയും തുടരും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിന്ധിലെ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ ശക്തമാണ്. സിന്ധ് ഒരു രാഷ്ട്രമായി മാറുന്ന സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ബലൂചിസ്ഥാൻ ഏതാണ്ട് 80% അങ്ങനെ ആയിക്കഴിഞ്ഞു. പസ്തൂൺ മേഖലയിൽ അതേപോലെ ഒരു മുറവിളി ഉയരുന്നുണ്ട്. POKയിലെ ജനങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് ചേരാമെന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അത് ആ വിധത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രത്യേക സ്റ്റേറ്റ് ആകുന്നതിനെക്കുറിച്ചും അവരിൽ ഒരു ഭാഗം ചിന്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനിലെ ഇതിനെല്ലാം ഗുണമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനിലെ പട്ടാള ഗവൺമെൻറ്റാണ്. ഇതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ചൈനയാണെന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് ചൈനയുടെ ഇടപെടൽ കൂടി പറയുന്നത്, ചൈനയുടെ ഇൻവോൾവ്മെൻ്റ് ആണ് പലപ്പോഴും ഇത്തരം നീക്കങ്ങളെ അടിച്ചൊതുക്കാനായിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്നു. അതെ, പലതരത്തിലും അവർ കടന്നു കയറുന്നുണ്ട്. ഇങ്ങനെ ചൈന ഇതിനകത്ത് കടന്നു കയറുന്നുണ്ട്. മാത്രമല്ല ആളുകൾക്ക് ഉള്ളിൽ തന്നെ പൊതുവായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറും കൂടെ നോക്കണമല്ലോ. എപ്പോഴും ഒരു ഭരണം, ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യം കൂടി എന്ന രീതിയിൽ നമുക്ക് പറയാം പാകിസ്ഥാൻ. എന്നാൽ പോലും ഒരു രാജ്യത്തിന് വേണ്ട ഒരു പക്വതയും ഇല്ല എന്ന് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായതാണ്. എന്നാൽ പോലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു സർവൈവൽ നോക്കുമല്ലോ. അപ്പോൾ ആളുകൾക്ക് ഇനി എന്ത് ഭാവി, അവരുടെ ഭാവി നോക്കണം. ചൈനയുടെ കടന്നുകയറ്റം വലിയ രീതിയിൽ അവർക്കും ആശങ്കയുണ്ട്. ഇത് പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിനോ മിലിറ്ററിക്കോ മനസ്സിലാകുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇത് ചോദിച്ചിറങ്ങുന്നുണ്ട്. അവിടെ തന്നെ ഒരു ഒരു പക്വതയുടെ കുറവ് നമുക്ക് കാണുന്നില്ല ഗവൺമെൻറ്റിൻ്റെ. തീർച്ചയായിട്ടും വളരെ ഗവൺമെൻറ് പക്വതയില്ലായ്മ വളരെയധികമുണ്ട്. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ അവിടെ ഊതിപ്പെരുകുന്നത്. എപ്പോഴും പ്രാദേശികമായി ഒരു ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കുമോ അപ്പോഴെല്ലാം ആ രാജ്യത്ത് അന്തഃഛിദ്രമുണ്ടാകും. അത് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും USA എവിടെയായാലും ഒരു ജനായത്ത ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. പ്രാദേശികമായ ജനതയുടെ ചില വിഭാഗങ്ങളായിരിക്കാം, ചില ഗ്രൂപ്പുകളായിരിക്കാം, ചില ജാതി മത സംഘടനകളായിരിക്കാം, അല്ലെങ്കിൽ വിഭാഗങ്ങളായിരിക്കാം. ഇവരുടെയൊക്കെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. ഒരു പട്ടാള സർക്കാരിന് എപ്പോഴും ഇതിനൊക്കെ നിഷേധ നിലപാടുകൾ എടുക്കാനേ പറ്റുള്ളൂ. പട്ടാളത്തിൻ്റെ പാവയായി നിൽക്കുന്ന സർക്കാരിനും അതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ അസീം മുനീർ ഇപ്പോൾ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷലായിരിക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിനെ പറഞ്ഞ് ഫെയിൽഡ് മാർഷൽ എന്നാണ്. കാരണം യുദ്ധം തോറ്റിട്ടൊരാൾ ഫീൽഡ് മാർഷലാകുന്നത് വളരെ അപൂർവമാണ്. യുദ്ധം ജയിച്ച് വീരോചിതമായി വരുമ്പോഴാണ് രാഷ്ട്രം ഒരാൾക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കും. നമ്മുടെ ജനറൽ മനേഷയ്ക്ക് കൊടുത്തത് അങ്ങനെയാണ്. കാരണം അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ജയിച്ചു, ബംഗ്ലാദേശിനുമായിട്ടുള്ള
മോചനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിലെ മോചനത്തിന് വേണ്ടി സഹായിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്ത് സമർത്ഥനായി നിന്ന ജനറൽ മനേക്ഷയ്ക്കാണ് നമ്മൾ ഫീൽഡ് മാർഷൽ പദവി കൊടുത്തത്. അല്ലാതെ ഫെയിൽഡ് ആയിട്ടുള്ള ഒരാളിന്, ഒരു യുദ്ധം തോറ്റു കഴിഞ്ഞാൽ ആ ആളിന് ഒരിക്കലും ഫീൽഡ് മാർഷൽ പദവി കൊടുക്കാറില്ല. അപ്പോൾ ഇത് അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതല്ല, പാകിസ്ഥാനിലെ പ്രസിഡൻ്റായി തീരുക, ഏകഛത്രാധിപതിയായിട്ട് വളരുക, പട്ടാളത്തിനെ കീഴെ നിർത്തിക്കൊണ്ട് താൻ പ്രസിഡൻ്റായിട്ട് വരുന്ന ഒരു സാധനമാണ് അയാൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ആ വാദം തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എൻ്റെ സ്ഥാനം തട്ടാതിരിക്കാൻ തനിക്ക് ഞാനൊരു ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്നു എന്ന് പറയും. പക്ഷേ ജനങ്ങൾ മുഴുവൻ പറയുന്നത് ഇത് ഫെയിൽഡ് മാർഷലാണ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ വന്നാലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം നോക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കണമെന്നായിരിക്കും അസീം മുനീർ ചിലപ്പോൾ താല്പര്യപ്പെടുന്നത്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാം പറയുന്നത് അവിടെ മതം തിരികെ കയറ്റി, ആൾക്കാരിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കുത്തിക്കയറ്റി തീവ്രപരമായ രീതിയിലായിരുന്നു കൊണ്ടുവരുന്നത്. മാത്രമല്ല അവിടെ നിന്ന് വ്യക്തമാണ് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒരു അടി ഉണ്ടാക്കിപ്പിക്കുക എന്ന രീതിയിലേക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്കും പാകിസ്ഥാൻ ഒരു കൂട്ടത്താകർച്ചയ്ക്ക് കൂടി അത് കാരണമാകില്ല. ഇന്ത്യ എന്തായാലും ഇതിനെ പക്വമായിട്ട് ഇനി നേരിടണമെന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത അടി ചിലപ്പോൾ ആ രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് ഇനി അസീം മുനീറിന് സർവാധികാരം കിട്ടുകയാണെങ്കിൽ ഇന്ത്യയോടുള്ള രീതി കുറച്ചുകൂടി ഇതായിട്ട് അഗ്രസീവായിട്ട് വരികയാണെങ്കിൽ തിരിച്ച് ഇന്ത്യ അതനുസരിച്ച് പോകില്ല. അത് വലിയൊരു നാശത്തിലേക്കല്ലേ. ഇന്ത്യയിൽ അത്തരത്തിൽ മാത്രമല്ല, ഇനി ഏത് ഭീകരവാദം ഉണ്ടായാലും ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടെററിസ്റ്റ് ആക്രമണം ഒരു യുദ്ധമായി തന്നെ നമ്മൾ കണക്കാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊരു പുതിയ നീക്കമാണ്, ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടാവാത്തൊരു നീക്കമാണ്. ഒരു ടെററിസ്റ്റ് ആക്രമണം നടന്നാൽ അത് പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട് കണക്കാക്കും. കാരണം പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പും പാകിസ്ഥാനിലെ തീവ്രവാദികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ UN ഇത്തവണ പടം വരെ കാണിച്ചു കൊടുത്തു. ടെററിസ്റ്റുകൾ നമ്മൾ നിർവീര്യമാക്കിയ ടെററിസ്റ്റുകൾ അവരുടെ ഡെഡ് ബോഡിക്കടുത്ത് സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന പാകിസ്ഥാൻ ആർമിയെയും വിഷ് ചെയ്ത് നിൽക്കുന്ന പാകിസ്ഥാൻ മന്ത്രിമാരെയും പാകിസ്ഥാൻ പതാക പുതച്ച കവറുകളെയും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു ലോകത്തിന്. അപ്പോൾ ഇതാണ് അവരുടെ ചിന്താഗതി. അവർ ഒരു ടെററിസ്റ്റ് രാഷ്ട്രം തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് പാകിസ്ഥാനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സിന്ധിലെ പ്രശ്നങ്ങൾ അടിച്ചൊതുക്കാനായിട്ട് അവർ മൃഗീയമായ രീതികളാണ് ഉപയോഗിക്കുന്നത്. ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളും അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഉപദ്രവിക്കുക, അവിടുത്തെ പുരുഷന്മാരെ തട്ടിക്കൊണ്ടു പോവുക, കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു പ്രക്ഷോഭത്തെ നമുക്ക് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടക്കാൻ പറ്റില്ല. അവരുടെ അവകാശങ്ങൾ കുറേ സാധിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ന്യായമായ അവകാശങ്ങളെല്ലാം ഞങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനത ചിലപ്പോൾ ഒന്ന് സപ്രസ്ഡ് ആയിരിക്കും. ഒരാവശ്യവും സമ്മതിക്കാതെ ഒരു പ്രക്ഷോഭത്തെ നമുക്ക് ഒതുക്കാൻ കഴിയില്ല. വേറൊന്നും വേണ്ട. നമ്മുടെ ഇവിടെ നടന്ന ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം നമ്മൾക്കറിയാമല്ലോ. സ്ത്രീകൾ ആശാവർക്കർമാരുടെ സമരം അത്രയും നീണ്ടുപോകാൻ കഴിയുന്നതാണ്. അവർ പറയുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു ആവശ്യം പോലും സാധിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആ സമരം അവിടെ നിൽക്കുന്നവർക്ക് വീര്യം കൂടും, ഒരു കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് വരും. ചെറിയ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഒരു ഒത്തുതീർപ്പിലാകാമെന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് പ്രക്ഷോഭങ്ങളുടെ എല്ലാ രീതി അങ്ങനെ. പ്രക്ഷോഭങ്ങൾക്ക് പകുതി സർക്കാർ ഒന്ന് താഴ്ന്നു കൊടുക്കണം, പകുതി അവരോട് പറയണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കേട്ടെന്നിരിക്കും. ഇത് പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ 100% ഞങ്ങൾ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചൊതുക്കും എന്നുള്ള ലൈനാണ്. അതൊരിക്കലും വിജയിക്കില്ല. അത് തീവ്രവാദികളുടെ ശബ്ദമാണ്. പൂർണ്ണമായി അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് തീവ്രവാദികളുടെ ശബ്ദമാണ്. ജനാധിപത്യവാദികളുടെ ശബ്ദം കുറച്ചൊക്കെ അവരുടെ പറയുന്നത് കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അവരോട് സ്നേഹമായി പെരുമാറുക. എന്നിട്ട് വീണ്ടും അവർ വിഘടനവാദമായിട്ട് വരുന്നെങ്കിൽ ഞങ്ങൾ തോക്കെടുക്കുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുമ്പം അതിനകത്തൊരു വിട്ടുവീഴ്ച വരും. ഇതവിടെ ഉണ്ടാകുന്നില്ല. അതാണ് പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫെയിൽഡ് സ്റ്റേറ്റിൻ്റെ കുഴപ്പം അതാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് മാത്രമേ ഒരു സക്സസ്ഫുൾ സ്റ്റേറ്റ് ആവാൻ കഴിയുള്ളൂ, അല്ലാത്തടത്ത് ഫെയിൽഡ് സ്റ്റേറ്റ് ആയിരിക്കും. അതാണ് പാകിസ്ഥാനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നൊക്കെ പാകിസ്ഥാൻ ഈ നയവുമായി നിൽക്കുന്നോ, അവിടുത്തെ ജനങ്ങളെ തന്നെ, സ്വന്തം ജനതയെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ എന്നൊക്കെ പ്രവർത്തിക്കുന്നോ, അതുവരെ അതിൽ നിന്ന് മോചിതമായി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയാതെ വരുന്നത് മാറിയില്ലെങ്കിൽ അത് ആ കാലഘട്ടം വരെ അവർക്ക് വിഘടനവാദവും ഛിദ്രവാദവും ഒക്കെ വരും. ചിലപ്പോൾ ഇതെല്ലാം പൊട്ടിത്തെറിച്ച് സെപ്പറേറ്റ് സ്റ്റേറ്റുകളായും പോയെന്നിരിക്കും. അതിൽ നമ്മൾ ഇന്ത്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാകിസ്ഥാൻ സ്വയം വരുത്തി വയ്ക്കുന്ന വിനയാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്.